ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് ലെവൽ 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ, അവരുടെ മൈൻഡിലുള്ള തോട്ട്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവരിത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറലായിട്ട് എടുക്കുന്ന റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എനർജി ആയിട്ട് കണക്റ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുക. മൈൻഡ് കാം ആൻഡ് കൂളാക്കിയിരിക്കുക. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് വാണ്ട്, 10 ഓഫ് വാണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സോഡ്, 7 ഓഫ് കപ്പ്, കിങ് ഓഫ് വാണ്ട്, ജഡ്ജ്മെൻറ്റ്, 8 ഓഫ് സോഡ്, 2 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് സ്റ്റാർ കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 2 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിനായിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയും ആ ഒരു തീരുമാനമായി മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് സംഭവിച്ചത് 10 ഓഫ് വാണ്ട്സ്. അതെന്ന് പറയുമ്പോൾ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ആക്ച്വലി ഒരു ബേർഡൻ പോലെയായിരുന്നു, ഒരു ഭാരം പോലെയായിരുന്നു. എല്ലാം കൂടി ആ ഒരു വ്യക്തിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഒരു സിറ്റുവേഷൻ വരെ എത്തി. ഒരു പ്രഷർ കണക്കായിരുന്നു, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കണക്കൊക്കെ തോന്നി. ആൻഡ് അതിന് ശേഷം നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ഈ ഒരു എന്താ പറയുക, റിസ്ക് എടുക്കാൻ പോലും തയ്യാറായിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തോ ഒരു തീരുമാനം ആ ഒരു വ്യക്തി എടുത്തത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിരുന്നു. അപ്പോൾ മേ ബി ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി ആയിട്ട് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനമായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു വ്യക്തിയെ അഫക്റ്റ് ചെയ്യുകയും ആ ഒരു തീരുമാനമായിരിക്കാം ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകുക, നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു വ്യക്തി ഈവൻ പണമായിക്കോട്ടെ, ഫിനാൻഷ്യലി ആയാലും റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു, അല്ലെങ്കിൽ റിസ്ക് എടുത്തു എന്നുള്ളതാണ്. എല്ലാം നല്ലതാകുമെന്ന് വിശ്വസിച്ചാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് സോഡ്സ്. അതായത് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലോട്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ തീരുമാനം ആ ഒരു വ്യക്തി കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ആ ഒരു വ്യക്തി തീരുമാനങ്ങൾ എടുക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ ഫൈനലി ആ ഒരു വ്യക്തിയെ അത് കൊണ്ടെത്തിക്കും. അതിനുശേഷം നമുക്ക് 7 ഓഫ് കപ്സ്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷന് ശേഷവും ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം വ്യക്തത കിട്ടത്തില്ല. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പോലും ആ ഒരു വ്യക്തിക്ക് പറ്റണില്ല. എല്ലാം ഒരു കൺഫ്യൂഷൻസ് ആയിട്ടായിരിക്കും തോന്നുന്നത്. എന്താണ്, എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്, ആ ഒരു ഇതായിരിക്കും എപ്പോഴും മൈൻഡിൽ. നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന ഒരു വ്യക്തിക്ക് അറിയില്ല. മൊത്തത്തിലൊരു കൺഫ്യൂഷൻസ് ആയിരിക്കും ആ ഒരു വ്യക്തിക്ക്. അതിനുശേഷം നമുക്ക് കിങ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ കണ്ടതുപോലെ ആ ഒരു വ്യക്തിയുടെ ഒരു ഇമ്മെച്യൂരിറ്റി കാരണം, ആ ഒരു എടുത്തുചാട്ടം കാരണമാണ് ആ ഒരു ഹാർട്ട് ബ്രേക്കിങ്ങിലോട്ട് എത്തിയത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്ന് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് ചെയ്യണം, കുറച്ചുകൂടെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യണം. ഓക്കെ, കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് വരണം എന്നുള്ളതാണ്. ആ ഒരു കിങ്ങിൻ്റെ എനർജിയോടുകൂടി തിരിച്ച് വരണം എന്നുള്ളതാണ്. അതിനുശേഷം ജഡ്ജ്മെൻറ്റ് കാർഡാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ ടൈമിങ്, അല്ലെങ്കിൽ ഒരു വേക്കപ്പ് കോൾ പോലെയാണ്. അപ്പോൾ ഇതൊരു കർമ്മയുടെ ഒരു എഫക്റ്റായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കുറച്ച് റിയലൈസേഷൻസ് ഉണ്ടാകാനുള്ളൊരു, എന്താണ് സത്യം എന്നറിയാനുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ആ ഒരു വ്യക്തി കടന്നുപോയ ഓരോ ഘട്ടങ്ങളിലൂടെയും ആ ഒരു വ്യക്തി ഓരോ പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേക്കപ്പ് കോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു ഡിവൈൻ ടൈമിംഗ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ട്രൂത്ത്, അല്ലെങ്കിൽ ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്.
അതായത് ഇതിനൊക്കെ ശേഷം ആ ഒരു വ്യക്തി സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫീലിൽ വരും. ഒരുപാട് മെൻ്റലി ഡൗൺ ആകും, ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വരും, പിന്നെ ആങ്സൈറ്റി ഉണ്ടാകും, നല്ല ഭയമൊക്കെ ഉണ്ടാകും. അതിനുശേഷം നമുക്ക് 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി എല്ലാം പഴയതുപോലെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു വ്യക്തി ശ്രമിക്കുകയും എല്ലാം തിരിച്ചു പിടിക്കണം എന്നൊരു രീതിയിലോട്ട് ആ ഒരു വ്യക്തി എത്തുമെന്നുള്ളതാണ്. ആൻഡ് ഫൈനലി വന്നിട്ടുള്ള കാർഡ് സ്റ്റാർ കാർഡ്. അതൊരു പെർഫെക്റ്റ് എൻഡിങ് പോലെയാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ഹോപ്പിൻ്റെ കാർഡാണ്. ഹീലിംഗ് ഒക്കെ നടക്കും ആൻഡ് ഒരു യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുകയും ആ ഒരു ബെറ്റർ പാതയിലൂടെ ആ ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സോ ബോട്ടം ഓഫ് ദ ഡെക്കിൽ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്യുന്ന സ്ട്രോങ് ഫൗണ്ടേഷനോടുകൂടി റീബിൽഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫേസിലൂടെ, ലൈഫിലെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മേ ബി ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആയിരിക്കത്തില്ല. കാരണം ആ ഒരു സ്പിരിച്വൽ ലെസൺ അല്ലെങ്കിൽ ഒരു കാർമിക് ലെസണിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തിയുടെ തീരുമാനം ആ ഒരു വ്യക്തിയെ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലോട്ടാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ഫൈനലി ആ ഒരു വേക്കപ്പ് കോൾ വരികയും എല്ലാം റിയലൈസ് ചെയ്യുകയും ഹീലായതിനു ശേഷം ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഒരു വ്യക്തി ഉറപ്പായും ഓവർകം ചെയ്ത് വരുമെന്നുള്ളതാണ് ഈ ഒരു റീഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. എംപ്രസ് കാർഡ്, കിങ് ഓഫ് സോർഡ്സ്, ചാരിയറ്റ്. സോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് എംപ്രസ്. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ കാർഡാണ്. അതായത് സെൽഫ് ലവിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങളോടിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഹീലിങ്ങിനെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഒന്നിൻ്റെയും പിറകെ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്നിനെ ഹോൾഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ലവിൻ്റെയും അതുപോലെ തന്നെ അബൻഡൻസിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ്. സോ നിങ്ങളുടെ ആ ഒരു സെൽഫ് ഹീലിങ്ങിലൊക്കെ ഫോക്കസ് ചെയ്യാനാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന ഗൈഡൻസ്. സെക്കൻഡ് നമുക്ക് കിങ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പം നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങളൊക്കെ എടുത്തു ചാടി തീരുമാനം എടുത്ത് അബദ്ധമായി പോകരുത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് സത്യമെന്ന് കാണുന്നവരെ അല്ലെങ്കിൽ എന്താണെന്ന് അറിയുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തത നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടും. സോ അതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുത്താൽ മതി. ചാടിക്കയറി ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സമയമല്ല ഇപ്പോൾ നിങ്ങൾ കാമായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈനലി ചാരിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്, അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് മൈൻഡിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കിക്കൊണ്ട് കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നും. ഇത് വേണമോ അല്ലെങ്കിൽ എന്തിനായിരുന്നു എന്നൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അത് അതാ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത എല്ലാം നിങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് റിവീലാകും. സോ അതുവരെ നിങ്ങൾ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.